ഹായ് ഫ്രണ്ട്സ്, 9ാം ക്ലാസ്സിലെ ലിറ്റിൽ കൈറ്റിലെ ആദ്യ പാഠമായ അനിമേഷൻ്റെ പാർട്ട് 2 ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കടലിൽ നീന്തുന്ന ഡോൾഫിൻ്റെ അനിമേഷനാണ് ഇവിടെ ചെയ്യാനുള്ളത്. അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സിലെ ഓപ്പൺ ടൂൺസ് എന്ന ആപ്പിലാണ് നമുക്ക് അനിമേഷൻ തയ്യാറാക്കാനുള്ളത്. ഓപ്പൺ ടൂൺസ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ സെൻസ് നെയിം എന്നുള്ളിടത്ത് ഡോൾഫിൻ എന്നും ക്യാമറ സൈസ് HD 720 എന്നുള്ളതും യൂണിറ്റ്സ് പിക്സലും ഫ്രെയിം റേറ്റ് 6 ക്രിയേറ്റ് സെൻസ് ക്ലിക്ക് ചെയ്യുക. ഇനി ടെക്സ്റ്റ് ഷീറ്റിൽ കോളം 1 സെലക്ട് ചെയ്ത് ബ്രൗസറിൽ കയറി കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാം. അതിനായി അനിമേഷൻ എന്നതിൽ ആക്ടിവിറ്റി 1.2 ഫോൾഡറിലെ VG2 PNG എന്ന ചിത്രം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ചെയ്യുക. ഇനി ടെക്സ്റ്റ് ഷീറ്റിൽ തിരിച്ചു വരാം. 60 സെക്കൻഡ് നേരമുള്ള ഒരു അനിമേഷനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായി 360 ഫ്രെയിമുകളിലേക്കാണ് നമ്മൾ ഈ ചിത്രം ഉൾപ്പെടുത്തേണ്ടത്. അതിനായി ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് റിപ്പീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി അപ് ടു ഫ്രെയിം എന്നതിൽ 360 എന്ന് ടൈപ്പ് ചെയ്ത് റിപ്പീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 360 ഫ്രെയിമിൽ ഈ ചിത്രം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി കോളം 2 സെലക്ട് ചെയ്ത് ബ്രൗസറിൽ കയറി ഡോൾഫിൻ എന്നതിൽ ഡോൾഫിൻ PNG റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ചെയ്യുക. ടെക്സ്റ്റ് ഷീറ്റിലേക്ക് തിരികെ വന്നാൽ ഇവിടെ ഡോൾഫിൻ്റെ 6 ഫ്രെയിമുകൾ കാണാം. ഇതിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഡോൾഫിൻ്റെ വിവിധ പൊസിഷൻസ് ആണ് 6 ചിത്രങ്ങളായി കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രം നമുക്ക് 60 ഫ്രെയിമുകളിലേക്ക് ഉൾപ്പെടുത്തണം. അതിനായി 6 ചിത്രം ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇനി ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് റിപ്പീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ് ടു ഫ്രെയിം എന്നതിൽ 60 ടൈപ്പ് ചെയ്ത് റിപ്പീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 60 ഫ്രെയിമുകളിലും ഡോൾഫിൻ്റെ എല്ലാ പൊസിഷനും ഉൾപ്പെട്ടത് കാണാം. ഇനി ബേസിക് കോളം സെലക്ട് ചെയ്യുക. ഡോൾഫിൻ്റെ ഫസ്റ്റ് കീ ഫ്രെയിം സെലക്ട് ചെയ്ത് അനിമേഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഡോൾഫിനെ ഫ്രെയിമിൻ്റെ വലതുഭാഗത്തായി ക്രമീകരിക്കുക. പിന്നീട് ലാസ്റ്റ് കീ ഫ്രെയിം സെലക്ട് ചെയ്ത് ഡോൾഫിനെ ഫ്രെയിമിൻ്റെ ഇടതുഭാഗത്ത് കൊണ്ടുവയ്ക്കുക. ഇനി വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡോൾഫിൻ നീന്തിക്കൊണ്ട് മൂവ് ആവുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്കി ഫ്രെയിമുകളിൽ ഡോൾഫിൻ തിരിച്ചു നീന്തുന്നതായി ക്രിയേറ്റ് ചെയ്യാം. അതിനായി കോളം 3യിലെ 61ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്രൗസർ സെലക്ട് ചെയ്ത് ഡോൾഫിൻ PNG ഒന്നുകൂടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ചെയ്യുക. ഇനി ടെക്സ്റ്റ് ഷീറ്റിലേക്ക് തിരികെ വരാം. ഇപ്പോഴും ഇവിടെ 6 ഫ്രെയിമുകളിൽ നമുക്ക് ഡോൾഫിൻ്റെ ചിത്രം കാണാം. ഇനി ഈ 6 എണ്ണവും ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് റിപ്പീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി അവിടെ 180 എന്ന് ടൈപ്പ് ചെയ്ത് റിപ്പീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. 180 ഫ്രെയിമുകളിൽ ഡോൾഫിൻ്റെ ചിത്രം വന്നിട്ടുണ്ട്. ഇനി ബേസിക്കിലേക്ക് തിരിച്ചു പോകാം. കോളം 3യിലെ 61ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് അനിമേഷൻ ടൂൾ ക്ലിക്ക് ചെയ്ത് ഡോൾഫിനെ മിറർ രൂപത്തിലാക്കണം. ഇതിനായി പൊസിഷൻ എന്നതിൽ സ്കെയിൽ ടൂൾ സെലക്ട് ചെയ്ത് H ഓപ്ഷനിൽ 100 എന്നത് -100 ആക്കി എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മീൻ തിരിഞ്ഞു നിൽക്കുന്നതായി കാണാൻ സാധിക്കും. ഇനി പൊസിഷൻ ടൂൾ സെലക്ട് ചെയ്ത്
ഇതിനെ ഇടതുഭാഗത്തായി കൊണ്ടുവയ്ക്കുക. അതിനുശേഷം കോളം 3ൽ 180ാമത്തെ കള്ളി സെലക്ട് ചെയ്ത് ഡോൾഫിനെ സ്ക്രീനിൻ്റെ വലതുഭാഗത്തായി ക്രമീകരിക്കുക. ഇനി വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡോൾഫിൻ പോയതിനു ശേഷം തിരിച്ചു വരുന്നതായി കാണാൻ സാധിക്കും. ഇനി ഇതിൽ മ്യൂസിക് സെറ്റ് ചെയ്യണം. അതിനായി എക്സ്ഷീറ്റിൽ കയറി കോളം 4ൽ ഫ്രെയിം നമ്പർ 1 സെലക്ട് ചെയ്ത് ബ്രൗസറിൽ കയറുക. ഇനി സൗണ്ട് MP3 എന്നത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ചെയ്യുക. ഇനി എക്സ്ഷീറ്റിൽ തിരികെ വരാം. 180ാമത്തെ ഫ്രെയിം കഴിഞ്ഞാൽ ബാക്കി ഭാഗം ബ്ലാങ്ക് ആയി കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെയും ഡോൾഫിൻ്റെ ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ കോളം 5ൽ 181ാമത്തെ കോളം സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ ഡോൾഫിൻ്റെ ചിത്രം ക്രമീകരിക്കാവുന്നതാണ്. ബുക്കിൽ ഇതുമാത്രം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ വീഡിയോ തയ്യാറാണ്. ഇനി റെൻഡർ എന്നതിൽ ഫാസ്റ്റ് റെൻഡർ MP4 സെലക്ട് ചെയ്ത് വീഡിയോ ആയി എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വീഡിയോ സേവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫയൽ മെനുവിൽ സേവ് ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.